ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും MLT ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിഫിലിസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. എന്താണ് സിഫിലിസ്? സിഫിലിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. MLT സ്റ്റുഡൻസിന് അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസിനെല്ലാം സിഫിലിസ് വളരെ പരിചിതമായ ഒരു പേരാണ്, ഒരു രോഗമാണ്. ഈ ഒരു രോഗം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇത് കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ്, ട്രിപ്പോനിമ പാലിഡമാണ്. അതേപോലെ തന്നെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക കൂടുതലായും സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും ഈ രോഗം പകരുന്നത്. അപ്പോൾ കോസിറ്റീവ് ഓർഗാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. അപ്പം ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറിയിലൂടെ വളരെ കുറഞ്ഞ തോതിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഈ രോഗം 4 സ്റ്റേജസ് ആണ് ഈ രോഗത്തിനുള്ളത്. സ്റ്റേജസ് ഓഫ് സിഫിലിസ് എന്ന് പറയുമ്പോൾ 4 സ്റ്റേജസ് ആണ് ഈ രോഗത്തിന് ഉള്ളത്. അപ്പം ഇത് ക്യൂറബിൾ ആണോ, ഈ രോഗം അൺക്യൂറബിൾ ആണോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ രോഗത്തിൻ്റെ സ്റ്റേജസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പം പ്രൈമറി സ്റ്റേജൊക്കെ നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ, ഭേദമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 4 സ്റ്റേജസ് എന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി സിഫിലിസ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സിഫിലിസ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റൻറ്റ് സിഫിലിസ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ടേർഷ്യറി സിഫിലിസ്. ഇതാണ് സിഫിലിസിൻ്റെ 4 സ്റ്റേജസ്. ഓരോ സ്റ്റേജസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഈ പ്രൈമറി സിഫിലിസ്, സെക്കൻഡറി സിഫിലിസ്, ലേറ്റൻറ്റ് സിഫിലിസ്, ടേർഷ്യറി സിഫിലിസ്, ഈ 4 സ്റ്റേജസും നമ്മൾ രോഗം അറിയാനായിട്ട്, അതായത് നമുക്കിന്ന രോഗം ഉണ്ടെന്ന് അറിയുന്നത് ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ്സും എത്ര നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളും. ഇനി പ്രൈമറി സിഫിലിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് പ്രൈമറി സിഫിലിസ്? ക്യാരക്ടറൈസ്ഡ് ബൈ എ പെയിൻലെസ് കാൻക്രേ അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. കാൻക്രേ എന്ന് പറയുന്നത് അൾസർ, നമുക്ക് വായിലൊക്കെ അൾസേഴ്സ് ഉണ്ടാവാറില്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പെയിൻലെസ് അൾസർ, ആ ഒരു അൾസറിന് വേദന ഉണ്ടാവില്ല. ഏത് സൈറ്റിലാണോ സിഫിലിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉള്ളത് ആ സൈറ്റിൽ കാൻക്രേ അല്ലെങ്കിൽ ഒരു റെഡ് റാഷസ് അല്ലെങ്കിൽ ഒരു അൾസറിൻ്റെ ഫോമിൽ വേദനയൊന്നുമില്ലാതെ തന്നെ ഒരു അൾസർ രൂപപ്പെടുന്നു. ഇത് പ്രൈമറി സ്റ്റേജിലുള്ള സിംറ്റമാണ്. ഇനി എന്താണ് സെക്കൻഡറി സിഫിലിസ്? പ്രൈമറി സ്റ്റേജിലുണ്ടായിരുന്ന സിംറ്റംസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സൈറ്റിൽ നമുക്ക് എന്താണ്, വേദനയില്ലാതെ തന്നെ അൾസർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു റാഷസിൻ്റെ രൂപത്തിൽ ഉണ്ടാവുന്നു. ഇനി സെക്കൻഡറി സിഫിലിസിൽ വരുമ്പോഴത്തേക്ക് പ്രസൻസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ് സച്ചസ് റാഷ്, ഫീവർ ആൻഡ് ലിംഫ് അഡിനോപ്പതി. അപ്പം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സിംറ്റംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റാഷസ് ഉണ്ടാവുന്നുണ്ട്, അത് ഉള്ള ആൾക്ക് ഫീവർ വരുന്നുണ്ട്. ലിംഫ് അഡിനോപ്പതി എന്ന് പറയുമ്പം നമ്മൾക്ക് ലിംഫ് നോഡ്സ് ഉണ്ട്. ഈ ലിംഫ് നോഡ്സിനുണ്ടാവുന്ന സ്വെല്ലിങ്, ആ സ്വെല്ലിംഗ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് സെക്കൻഡറി സിഫിലിസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റൻറ്റ് സിഫിലിസ് ആണ്. അപ്പം ഫസ്റ്റ് പ്രൈമറി സിഫിലിസ്, സെക്കൻഡറി സിഫിലിസിൽ നമുക്ക് സിംറ്റംസ് എല്ലാം മനസ്സിലായി. പക്ഷേ ലേറ്റൻറ്റ് സിഫിലിസിൻ്റെ കേസിൽ സിംറ്റംസ് ഒന്നുമേ ഉണ്ടാവില്ല. അതിനെയാണ് അസിംറ്റമാറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സിംറ്റംസ് ഒന്നുമേ ഉണ്ടാവില്ല, പക്ഷേ ആളുടെ ശരീരത്തിൽ ആ ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷേ ആൾക്ക് മറ്റ് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പ്രൈമറി സ്റ്റേജും സെക്കൻഡറി സ്റ്റേജും കഴിഞ്ഞു. ഈ പ്രൈമറി സ്റ്റേജിലും സെക്കൻഡറി സ്റ്റേജിലും ആൾക്ക് സിംറ്റംസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പം, അതായത് ലേറ്റൻറ്റ് സിഫിലിസിൻ്റെ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്ക് സിംറ്റംസ് ഒന്നുമേ ഉണ്ടായിരുന്നില്ല, എങ്കിലും ആളുടെ ശരീരത്തിൽ ആ ഒരു രോഗം ഉണ്ട്. ഇനി ഫൈനൽ സ്റ്റേജ്, വാട്ട് ഈസ് ടേർഷ്യറി സിഫിലിസ്? ഈ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ 3 സ്റ്റേജസും കഴിഞ്ഞാൽ ഉടനെ കാണപ്പെടുന്നതല്ല ഈ ടേർഷ്യറി സിഫിലിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്യാൻ ഒക്കർ ഇയേഴ്സ് ആഫ്റ്റർ ഇനീഷ്യൽ ഇൻഫെക്ഷൻ കോസിങ് സീരിയസ് കോംപ്ലിക്കേഷൻസ് സച്ചാസ്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ഈ ഒരു ഫോർത്ത് സ്റ്റേജ്, അതായത് ടേർഷ്യറി സിഫിലിസ് എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പ്രൈമറി സിഫിലിസിൻ്റെ സിംറ്റംസ് ആൾക്ക് വന്നിട്ടുണ്ടാവാം, സെക്കൻഡറി സിഫിലിസിൻ്റെ സ്റ്റേജസ് ആൾക്ക് വന്നിട്ടുണ്ട്, ലേറ്റൻറ്റ് സിഫിലിസിൻ്റെ സ്റ്റേജസ് ആൾക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഫോർത്ത് സ്റ്റേജ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കാണപ്പെടുക. അത് കാണപ്പെടുന്നത് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ കാർഡിയോവാസ്കുലാർ സിഫിലിസ്, ന്യൂറോ സിഫിലിസ്, കോൺജനൈറ്റൽ സിഫിലിസ്.
കാർഡിയോവാസ്കുലാർ എന്ന് പറയുമ്പോൾ ഹാർട്ടിനെ റിലേറ്റ് ചെയ്ത്, ന്യൂറോസിഫിലിസ് എന്ന് പറയുമ്പോൾ ന്യൂറോൺസിനെ റിലേറ്റ് ചെയ്ത്, കൺജനൈറ്റൽ സിഫിലിസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാർട്ട് 2 പഠിക്കുന്നുണ്ട്. ഇതിൽ ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ്